മാരകായുധങ്ങളുമായി ഇതര സംസ്ഥാനക്കാരെ ഭീഷണിപ്പെടുത്തി 37,000 രൂപ കവർന്നതിന് പിന്നാലെയാണ് പരാതിക്കാരൻ അറസ്റ്റിലാകുന്നത്. സംഭവം എങ്ങനെയെന്നല്ലേ ഇതാ കേട്ടോ. 5 അംഗ സംഘം മാരകായുധങ്ങളുമായാണ് ഇന്നലെ വൈകിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറിയത്. തുടർന്ന് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി. അസം സ്വദേശികളായ മുബാറക്ക്, മുഹമ്മദ്, ഹുസൈൻ എന്നിവർക്ക് നേരെ ആയുധങ്ങൾ ചൂണ്ടി ഇവരുടെ പക്കലുണ്ടായിരുന്ന 37,000 രൂപ കവർന്ന് പ്രതികൾ കടന്നു കളഞ്ഞു. അസം സ്വദേശികളായ 3 പേരും പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് മണിക്കൂറുകൾ കൊണ്ട് ചൂണ്ടമലയിൽ നിന്ന് കവർച്ചാ സംഘത്തെ പിടികൂടി. പൂഞ്ഞാശ്ശേരി സ്വദേശികളായ റിൻഷാദ്, സലാം, വലിയകുളം സ്വദേശികളായ ബേസിൽ, സലാഹുദ്ദീൻ, ചേലക്കുളം സ്വദേശി അനു എന്നിവരാണ് പിടിയിലായത്. തുടർന്ന് അവിചാരിതമായി പോലീസ് പരാതിക്കാരനായ മുബാറക്കിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മറ്റൊരു വഴിത്തിരിവിലേക്ക് സംഭവം മാറിയത്. ഇയാളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലെ ഇടപെടലുകൾ പാകിസ്ഥാൻ സ്വദേശികളുമായിട്ടാണ്. കൂടാതെ ഇയാളുടെ ഫോണിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളും ലഭിച്ചു. മുബാറക്കിനെതിരെ പെരുമ്പാവൂർ പോലീസ് പോക്സോ കേസ് ചുമത്തി. പാകിസ്ഥാൻ സ്വദേശികൾ ഉള്ള ഗ്രൂപ്പുകളിലും ഇയാൾക്ക് ബന്ധമുള്ളത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ അന്വേഷണ ഏജൻസികൾ ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.